ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ തറവാട്ടിലേക്ക് ഒരു കാറ് വരുന്നത് കാണുന്നതും അത് ഉണ്ണിക്കുട്ടൻ്റെ കാറാണല്ലോ, ഇനിയിപ്പോൾ എല്ലാം അറിഞ്ഞിട്ടുള്ള വരവായിരിക്കും എന്ന് പറഞ്ഞ് പേടിക്കുന്നുണ്ട് മുത്തശ്ശിയും കരുണയും. തുടർന്ന് നിൻ്റെ അച്ഛനെയും എൻ്റെ അമ്മാവനെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതിൻ്റെ കാരണം എന്താണെന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ ഈ വിവരം മോനെ എങ്ങനെ അറിഞ്ഞു എന്ന് മുത്തശ്ശി തിരിച്ചു ചോദിക്കുന്നതും കണ്ണേട്ടനാണ് പറഞ്ഞത് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതെന്ന്. പക്ഷെ കാരണമൊന്നും പറഞ്ഞില്ല. രണ്ടുപേരും ആരെങ്കിലും കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു എന്നെല്ലാം ഉണ്ണി ചോദിക്കുമ്പോൾ അതൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങളോടൊന്നും ചോദിക്കേണ്ട എന്ന് പറയുന്നുണ്ട് കരുണ. തുടർന്ന് നീ നിൻ്റെ ചേച്ചിയെ തള്ളിയിട്ടത് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഇപ്പോൾ അത് വേണ്ടായിരുന്നു. ശരിക്കും ഇവൾക്ക് എന്താണ് പറ്റിയത്? നീ എന്തിനാണ് നിൻ്റെ ചേച്ചി പറയുന്നതും കേട്ട് വീട്ടുപണി മുഴുവൻ ചെയ്തതിൻ്റെ കാര്യം എന്തായിരുന്നു എന്നെല്ലാം ഉണ്ണി ചോദിക്കുമ്പോൾ എന്തെങ്കിലും കാരണമില്ലാതെ ഞാൻ അങ്ങനെ ചെയ്യൂ എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട് കരുണ. പിന്നെ എന്തിനാ സഹി കേട്ട് നീ അവരെ പിടിച്ചു തള്ളിയത് എന്ന് ഉണ്ണി ചോദിക്കുന്നതും എൻ്റെ പരിധി വിട്ടുപോയി, അവളും അവളുടെ കുഞ്ഞും ഈ ലോകത്ത് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. ഇത് കേൾക്കുന്ന ഉണ്ണിയാണെങ്കിൽ അതുകൊണ്ട് തന്നെ നിന്നെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് വരുന്നില്ല. കാലെണ്ണ ചിലവാക്കാത്ത ഏത് നേരവും ഡയറിയിൽ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളോടൊപ്പം ജീവിക്കാൻ എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. മോൻ കരുണമോളെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാണോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അമ്മാവനും ഇവളുടെ അച്ഛനും അറസ്റ്റിലായ കാരണം തിരക്കി വന്നതാണെന്നും ഇവളെ വിളിച്ചുകൊണ്ട് പോയാലും കണ്ണേട്ടൻ വീട്ടിലേക്ക് കയറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല എന്നുണ്ടി പറയുമ്പോൾ അല്ലെങ്കിലും ഞാൻ അവിടേക്ക് വരുന്നില്ല, ആ വീട് എന്നെ സംബന്ധിച്ച് ഒരു ജയിലാണ്. താലി കെട്ടിക്കൊണ്ടുപോയവൻ ചിലവിന് തന്നാൽ മാത്രമേ അയാളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് ഒരു പെൺകുട്ടിക്ക് പറ്റൂ. നിങ്ങളുടെ ഏട്ടനാണ് ആ വീട്ടിലെ നാഥൻ, അയാളുടെ ചിലവിലാണ് നിങ്ങളും ഞാനും ഒക്കെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കരുണ ഉണ്ണി ഇടിച്ചു താഴ്ത്തി സംസാരിക്കുമ്പോൾ അതൊക്കെ പോട്ടെ എന്ന് ഇടയ്ക്ക് കയറി മുത്തശ്ശി പറയുന്നതും എനിക്കിനി ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്ന് കരുണ വീണ്ടും തീർത്ത് പറയുമ്പോൾ അല്ലെങ്കിലും ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല, ചെയ്ത തെറ്റ് എന്തായാലും ഇപ്പം നിൻ്റെ അച്ഛൻ ജയിലിലാണ്, ജാമ്യം കിട്ടില്ല എന്ന് തന്നെയാണ് കണ്ണേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ അത് നിനക്ക് തന്നെ നല്ലതാവും എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി പോകുന്നു. അങ്ങനെ ഉണ്ണി പോയതിന് ശേഷം അവൻ എത്ര തന്നെ മണ്ടനായാലും ഇപ്പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മുത്തശ്ശി പറയുമ്പോൾ പുറമേ ചന്തമുള്ള ഒരു പിശുക്കനെയാണ് അച്ഛനും മുത്തശ്ശിയും കൂടിയിട്ട് എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചത്. അയാളോടൊപ്പം ജീവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നശിക്കും. പെട്രോളിന് വില കൂടിയപ്പോൾ അയാൾ നെഞ്ചത്ത് കൈവച്ചു. പക്ഷേ അയാൾ ഓടിക്കുന്ന കാറിൽ പെട്രോള് ഒഴിക്കാനായിട്ട് കാശ് ചിലവാക്കുന്നത് അയാളുടെ ഏട്ടനാണ്. അങ്ങനെ ഒരുത്തനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ കരുണ അകത്തേക്ക് പോകുന്നു. അപ്പോൾ ഇതേ സമയം കരുണയ്ക്ക് ഒരു തളർച്ച ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തുടർന്ന് മുത്തശ്ശി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ കരുണ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ കരുണയെ താങ്ങി പിടിച്ച് സോഫയിലിരിക്കുന്നു. തുടർന്ന് വെള്ളമെടുക്കാനായിട്ട് മുത്തശ്ശി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കരുണയെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ എലിസബത്ത് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ എന്താ മോൾക്ക് കുഴപ്പം, മോൾക്കിപ്പോൾ നല്ല ആദിയും ടെൻഷനൊക്കെ ഉണ്ട്, അതിൻ്റെ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നുമല്ല, സന്തോഷമുള്ള കാര്യമാണ്, ഇയാളൊരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നു എന്ന് ഡോക്ടർ പറയുന്നുണ്ടെങ്കിലും അത് കേട്ട് മുത്തശ്ശിക്കും കരുണയ്ക്കും വലിയൊരു സന്തോഷമൊന്നും തോന്നുന്നില്ല. ഡോക്ടറാണെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ടും നിങ്ങൾ രണ്ടുപേരുടെയും മുഖത്ത് സന്തോഷമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഡോക്ടറെ എന്ന് മുത്തശ്ശി പറയുന്നതും പ്രതീക്ഷിക്കില്ല, 8 മാസം പ്രായമായ ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ ഇയാൾ തള്ളി താഴെയിട്ടത്. ഒരു പെൺകുട്ടി വിശേഷം അറിയിച്ചു കഴിഞ്ഞാൽ അവളുടെ മുഖത്ത് നോക്കി മുഷിഞ്ഞ് സംസാരിക്കാൻ പാടില്ല. പക്ഷേ നിങ്ങളെ ഞാനൊന്ന് കാണാൻ കാത്തിരിക്കുകയായിരുന്നു, മറ്റാർക്കും നിങ്ങളെപ്പോലെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഡോക്ടർ അവരെ വിമർശിച്ച് സംസാരിക്കുമ്പോൾ അത്രത്തോളം ലക്ഷ്മി മോളെ അവിടെയിട്ട് കഷ്ടപ്പെടുത്തി എന്ന് മുത്തശ്ശി പറയുമ്പോൾ എന്ത് കഷ്ടപ്പാട്, നിങ്ങൾ ചെയ്യാതിരുന്ന കാര്യം മഹാലക്ഷ്മി ചെയ്യിച്ചു, അല്ലാതെ ആ കുട്ടി എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ഡോക്ടർ ചോദിക്കുന്നതും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നപ്പോൾ മോൾക്ക് ശ്വാസം മുട്ടലുണ്ടായി എന്ന് പറയുന്നതും മുത്തശ്ശി ഇങ്ങനെ കരുണയെ ന്യായീകരിച്ച് സംസാരിക്കുന്നതും അങ്ങനെ വന്നാൽ നിങ്ങളെല്ലാവരെയും സ്റ്റെപ്പിൽ നിന്ന് താഴെയിടുകയാണോ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഡോക്ടർ. അവൾക്കും കുഞ്ഞിനും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ കുഴപ്പമുണ്ടായി, ഇയാളുടെ അച്ഛൻ ഇപ്പോൾ ജയിലിലല്ലേ, പിന്നെ മഹാലക്ഷ്മിക്കും കുഞ്ഞിനും എന്തെങ്കിലും കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ കണ്ണൻ വെറുതെ ഇരിക്കില്ല. നീ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് ഇപ്പം നിൻ്റെ അച്ഛൻ അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ കണ്ണൻ്റെ അച്ഛനെ കൊന്നതിന് കാര്യം
കൊന്നത് നിൻ്റെ അച്ഛനാണെന്നുള്ള കാര്യം കണ്ണനെല്ലാം ഉള്ളിലൊതുക്കി നടക്കുകയായിരുന്നു. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അയാൾക്കിപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. തുടർന്ന് അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ ചെയ്തു പോയതാണെന്ന് കരുണ പറയുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരും എന്ന് വെച്ച് അത് നിയന്ത്രിച്ച് നിർത്തുകയല്ലേ വേണ്ടത്. ജയിലിലേക്ക് പോകുന്ന സമയത്തായിരിക്കും നീ ഇനി ശരിക്കും അനുഭവിക്കാനായിട്ട് പോകുന്നത്. അവിടെ ജയിലിലുള്ള മുഴുവൻ ജോലികളും ചെയ്യേണ്ടി വരും. അപ്പോൾ ജയിൽ വാർഡനോടും നീ ഇതുപോലെ ദേഷ്യം കാണിക്കൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഡോക്ടർ. ആ സമയത്ത് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്ന് കരുണ പറയുമ്പോൾ ലക്ഷ്മിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. തുടർന്ന് നിന്നോട് ഇപ്പോഴും ചെറിയൊരു കാരുണ്യം കണ്ണൻ കാണിച്ചിട്ടുണ്ട്, അതൊന്നും നിങ്ങളോട് വേണ്ട എന്ന് ഞങ്ങൾ കണ്ണനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഡോക്ടർ. തുടർന്ന് ഡോക്ടർ കരുണയ്ക്ക് കഴിക്കാനുള്ള മരുന്നെല്ലാം കുറിച്ച് കൊടുക്കുന്നു. ശേഷം നിങ്ങളെപ്പോലുള്ളവരൊക്കെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ചല്ലേ പറ്റൂ, പക്ഷേ നിങ്ങളൊന്നും എൻ്റെ അടുത്ത് വരരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ വേറെയും ഹോസ്പിറ്റലുകളുണ്ടല്ലോ, അവിടേക്ക് എവിടേക്കെങ്കിലും കൊണ്ടുപോകാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെയും കരുണയെയും രൂക്ഷമായിട്ട് തന്നെ അവരോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ഡോക്ടർ. ഇതേ സമയം മോഹിനിയാണെങ്കിൽ മഞ്ജുവിനോട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് വരെ അവളെ തല്ലിയിട്ടില്ല, പക്ഷേ ഇന്ന് ഞാൻ അവൾക്ക് കണക്കിന് കൊടുത്തു എന്ന് പറയുമ്പോൾ അമ്മയുടെ സ്വന്തം മോളാണെങ്കിലും അവളെ തല്ലുകയല്ല കൊല്ലുകയാണ് വേണ്ടത്. കല്യാണം കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ അവളോടൊപ്പം നിന്നു, പക്ഷേ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായപ്പോൾ ഞാൻ മാറിയില്ലേ. അതിനിടയിൽ ഞാനൊരു ദുഷ്ടനെ കല്യാണം കഴിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടിയത് സാഗരേട്ടൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതുമാത്രമല്ല കണ്ണേട്ടനെയും ഏട്ടത്തിയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണെന്ന് മഞ്ജു പറയുമ്പോൾ കണ്ണനും ലക്ഷ്മിയും എല്ലാവരുടെയും നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, പക്ഷേ എല്ലാവരും അതൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ് കേട്ടോ മോഹിനി. ഇതേ സമയത്താണ് ഡോക്ടറെയും കണ്ട് ഇറങ്ങി വരുന്ന മുത്തശ്ശിയെയും കരുണയും മഞ്ജുവും മോഹിനിയും കാണുന്നത്. മഞ്ജുവിനാണെങ്കിൽ കരുണയെ കണ്ട് ദേഷ്യം അടക്കാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് നീ എന്താടി ഇവിടെ, ഏട്ടത്തിയും കുഞ്ഞും മരിച്ചോ എന്നറിയാനായിട്ടോ വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കരുണയെ അടിക്കാനായിട്ട് കൈയോങ്ങുന്ന മഞ്ജുവിനെ തല്ലല്ലേ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി തടയുന്നു. ഇവളെ തല്ലുകയല്ല കൊല്ലുകയാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ കരുണയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. തുടർന്ന് എന്തിനാണ് ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്, മഞ്ജു പറഞ്ഞതുപോലെ മരണവാർത്ത അറിയാനാണോ എന്ന് മോഹിനി ചോദിക്കുമ്പോൾ മോളൊന്ന് തല ചുറ്റി വീണു എന്നും ഡോക്ടറെ കാണിച്ചു എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ എന്നിട്ട് എന്താ ഇവൾക്ക് തലയ്ക്ക് വട്ടാണെന്നാണോ ഡോക്ടർ പറഞ്ഞതെന്ന് മഞ്ജു ചോദിക്കുമ്പോൾ ഈ മോളൊരു അമ്മയാകാൻ പോകുകയാണ് എന്നുള്ളൊരു വാർത്ത മുത്തശ്ശി അവരോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മഞ്ജുവിനാണെങ്കിൽ ദേഷ്യം ഇരട്ടിക്കുന്നുണ്ട്. തുടർന്ന് ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാനുള്ള യോഗ്യതയൊന്നും ഇവൾക്കില്ല, ഒരു കുഞ്ഞിനെ നോക്കാനൊന്നും ഇവൾക്ക് കഴിയില്ല. ഏട്ടത്തി നിന്നെ അവിടെയിട്ട് കഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിലല്ലേ ഏട്ടത്തി നീ സ്റ്റെയർ കേസിൽ നിന്നും താഴെയിട്ടെ. നാളെ നിനക്ക് ജനിക്കുന്ന കുഞ്ഞിനെ നോക്കാൻ കഴിയാതെ നീ ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കരുണയുടെ നേരെ ചൂടായി സംസാരിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. ഡോക്ടർ പറയാനുള്ളതൊക്കെ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ഇനി മോളുകൂടി കരുണമോളെ വിഷമിപ്പിക്കരുതെന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ ഇനിയെങ്കിലും ഒന്ന് നന്നായിട്ട് ജീവിക്കാൻ നോക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി അവരോട്. തുടർന്ന് നിൻ്റെ കയ്യിലിപ്പോൾ ഒരു കുഞ്ഞിരിക്കേണ്ടതായിരുന്നു, ആ കുഞ്ഞിനെ നീയും നിൻ്റെ ഈ മുത്തശ്ശിയും അച്ഛനും ചേർന്ന് തന്നെയാണ് നശിപ്പിച്ച് കളഞ്ഞത്. ഇത്തവണയും അതുപോലെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കുഞ്ഞിനെ കളയാതിരിക്കാൻ നോക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. വീണ്ടും മഞ്ജു ആണെങ്കിൽ കരുണയെ അവിടെ ഇട്ട് വീണ്ടും ശരിക്കും പൊളിച്ചെടുക്കുന്നുണ്ട്. കൂടുതൽ നേരം ഇവിടെ നിൽക്കാതെ പോകാൻ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു മുത്തശ്ശിയെയും കരുണയെയും വലിച്ചു കയറുന്നു. ശേഷം അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മുത്തശ്ശി മയത്തിൽ ചോദിക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാവോ, അതുകൂടി അറിയാനായിരിക്കും നിങ്ങളിപ്പോൾ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. ഏട്ടത്തിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവളുടെ അച്ഛനെ പോലീസ് കൊണ്ടുപോയില്ലേ, അതുപോലെ പോലീസ് വരും ഇവളെയും കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നു. ശേഷം അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പോലും ആലോചിക്കാതെയാണ് അവളെ ഇങ്ങനെ അഹങ്കരിക്കുന്നത്. അവളുടെ കുഞ്ഞ് ആവിയായി പോണേ എന്നെല്ലാം മുത്തശ്ശി ശപിക്കുന്നുണ്ട്. ശേഷം മോളുടെ വയറ്റിലിപ്പോൾ ഒരു കുഞ്ഞ് സ്ഥിതിക്ക് മോള് ഉണ്ണിയെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ രണ്ടിനെയും കളഞ്ഞാലോ, കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ അച്ഛനെയും എന്ന് കരുണ പറയുന്നതും കാത്തിരുന്നാണ് മോളിപ്പോൾ അമ്മയാകാൻ പോകുന്നത്. ഇനി മോൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ വലിയ പ്രയാസമാണെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. ഏതായാലും ചികിത്സ ഫലിച്ചു. ദൈവത്തിന് നന്ദി പറയേണ്ടതിന് പകരം ദൈവദോഷം പറയല്ലേ മോളെ.
ജീവിച്ചിരിക്കുന്നവർ മരിക്കുന്നതിനേക്കാൾ വലിയ ദോഷമാണ് കുഞ്ഞുങ്ങൾ അലസിപ്പോകുന്നത് എന്നും പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അവരങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് കണ്ണൻ വരുന്നത്. അപ്പോൾ കണ്ണൻ വീൽ ചെയറിൽ വരുന്നത് കാണുന്നതും ഇവൻ നടക്കുന്ന കാര്യം ഏതായാലും കരുണമോൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇവൻ വീൽ ചെയറിൽ സഞ്ചരിച്ച് നടക്കാൻ പറ്റും എന്നുള്ള കാര്യം പോലും മറന്നുപോയെന്നാണ് തോന്നുന്നത്. ഏതായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പോട്ടെ, അല്ലെങ്കിൽ ഇവൻ്റെ കാലങ്ങ് ഒടിഞ്ഞു പോട്ടെ എന്നെല്ലാം മുത്തശ്ശി സ്വയം മനസ്സിൽ ശപിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ കരുണയെ കണ്ട് ദേഷ്യം നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നില്ല. കരുണയും മുത്തശ്ശിയാണെങ്കിലും കണ്ണനെ കണ്ട് പേടിച്ചു വിറയ്ക്കുന്നു. തുടർന്ന് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്നെ കാണാൻ എനിക്ക് ഇവളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ മുത്തശ്ശിയുടെയും കരുണയുടെയും നേരെ പൊട്ടിത്തെറിക്കുന്നു. തുടർന്ന് മോനു ഇനിയോ ഓരോന്ന് പറയില്ലേ, മോൻ്റെ പെങ്ങളുടെയും മോളുടെ അമ്മയുടെയും വായിലിരിക്കുന്നത് മുഴുവൻ ഞങ്ങൾ കേട്ടു എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. തുടർന്ന് കരുണ അമ്മയാകാൻ പോകുന്ന വിവരം മുത്തശ്ശി കണ്ണനോട് പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയിട്ട് നിനക്കിപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണെന്നല്ലേ കണ്ണൻ ചോദിക്കുമ്പോൾ, സമയദോഷം വരുമ്പോൾ ആർക്കും എന്തെങ്കിലുമൊക്കെ തോന്നിപ്പോകും എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഇവൾക്കും നിങ്ങളുടെ അച്ഛനുമൊക്കെ എന്നും സമയദോഷമാണോ? എന്നെങ്കിലുമൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ടോ? നല്ല എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ടാവും. അത് നിങ്ങളുടെ ഈ കൊച്ചുമോൾക്ക് വേണ്ടി മാത്രം. ഇപ്പോൾ ഐസിയുവിന് മുന്നിൽ നിൽക്കുന്നില്ലേ ആ അമ്മ? ജീവിതകാലം മുഴുവൻ കരഞ്ഞു തളർന്നവളാണ് ആ അമ്മ. ഇനിയാണ് നിങ്ങളും നിങ്ങളുടെ മോനും ഇവിടെയൊക്കെ അനുഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ണൻ പറയുന്നത് കേട്ട് ഞെട്ടി വിറച്ചു പോകുന്ന കരുണയെയും മുത്തശ്ശിയെയും കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്